നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്നുള്ള വിശ്വാസത്തോടു കൂടി മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം 2025 ജൂലൈ മാസം 8-ാം തീയതി ചൊവ്വാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകൾ പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. മലയാള രീതിയിൽ പറയുമ്പോൾ 1200-ാം ആണ്ട് മിഥുനമാസം 24-ാം തീയതിയാണ് ചൊവ്വാഴ്ച ദിവസം. ഇന്ത്യൻ രീതിയിൽ പറയുമ്പോൾ ആഷാഢമാസം 17-ാം തീയതിയാണ് ചൊവ്വാഴ്ച ദിവസം. ഈ ചൊവ്വാഴ്ച ദിവസം കുറേ നാളുകാരുടെ ജീവിതത്തിൽ രാജയോഗത്താൽ ധനനേട്ടം, കാര്യവിജയമൊക്കെ ഉണ്ടാകുന്നൊരു ദിവസമാണ്. അപ്പോൾ ഏതൊക്കെ നാളുകാർക്കാണ് ഇത്തരത്തിലുള്ള ഭാഗ്യം വന്നു ചേരുക എന്നുള്ളത് അറിയുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ വീഡിയോ കാണുവാൻ ശ്രമിക്കണം. പ്രിയപ്പെട്ടവർക്കൊക്കെ വേണ്ടപ്പെട്ടവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുവാൻ താല്പര്യം കാണിക്കണം. അതുപോലെ തന്നെ നല്ല നല്ല കമൻറ്റുകളൊക്കെ രേഖപ്പെടുത്തി മഹാദേവനാൽ അനുഗ്രഹം ഏറ്റുവാങ്ങണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരാളുടെ ജീവിതത്തിൽ വളരെയേറെ സൗഭാഗ്യമായ ഒരു അനുഭവം ഉണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ചൊവ്വാഴ്ച ദിവസത്തെ സൂര്യോദയ സമയം രാവിലെ 6:13, അസ്തമയ സമയം വൈകുന്നേരം 6:41. ഉദയാൽപരം തിഥി ത്രയോദശി തിഥിയാണ്. ത്രയോദശി തിഥി ചൊവ്വാഴ്ച അർദ്ധരാത്രി 12:37 വരെ ഉണ്ടായിരിക്കും. ഉദയാൽപരം നക്ഷത്രം തൃക്കേട്ട നക്ഷത്രം. തൃക്കേട്ട നക്ഷത്രം ആരംഭിക്കുന്നത് ചൊവ്വാഴ്ച പുലർച്ചെ 1:13 അവസാനിക്കുന്നത് ബുധനാഴ്ച പുലർച്ചെ 3:17. അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ തൃക്കേട്ട നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഞാനിവിടെ തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് രാജയോഗത്താൽ ധനനേട്ടം, കാര്യവിജയം ഒക്കെ ഈ നാളുകാർക്കുണ്ടാകുമെന്നാണ് തലക്കെട്ട് കൊടുത്തിരിക്കുന്നത്. രാജയോഗം എന്ന് പറഞ്ഞാൽ രാജയോഗമുണ്ട് എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ, ബലമുള്ള ചന്ദ്രൻ വൃശ്ചിക രാശിയിൽ കൂടി പോകുന്നു. അപ്പോൾ ആ ചന്ദ്രൻ്റെ കേന്ദ്രഭാവത്തിൽ ആ ഭാവത്തിൻ്റെ അധിപനായ ചൊവ്വ നിൽക്കുമ്പോൾ നീചഭംഗ രാജയോഗമായിട്ടാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് രാജയോഗമെന്ന് തലക്കെട്ട് കൊടുത്തിരിക്കുന്നത്. പക്ഷെങ്കിൽ ഈ നീചഭംഗ രാജയോഗം പൂർണ്ണമായിട്ടും 100% കിട്ടത്തില്ല. ഒരു അല്പം കുറവ് വരും. അത് ഞാൻ പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, പറഞ്ഞാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ പോലെ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ പറയേണ്ട കാര്യങ്ങൾ പറയണമല്ലോ, സത്യസന്ധമായിട്ട് പറയണമല്ലോ. ഈ ചൊവ്വ നിൽക്കുന്ന രാശിയുടെ അധിപൻ സൂര്യനാണ്. സൂര്യൻ വൃശ്ചികക്കുറുകാർക്ക് അഷ്ടമ രാശിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ വൃശ്ചികക്കുറുകാർക്ക് അഷ്ടമ രാശിയിൽ നിൽക്കുന്നതുകൊണ്ട് വൃശ്ചികക്കുറുകാരെ സംബന്ധിച്ച് തൊഴിലിടങ്ങളിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമൊക്കെ അനുഭവത്തിൽ വന്നു ചേരുന്നൊരു സമയമാണിപ്പോൾ. തൊഴിലിടങ്ങളിൽ ശത്രുത ഉണ്ടാകാം, മേലധികാരികളുടെ ഇഷ്ടകേട് ഉണ്ടാകാം, സഹപ്രവർത്തകരിൽ നിന്നുള്ള ഇഷ്ടകേട് ഉണ്ടാകാം. എന്തായാലും ടെൻഷൻ അടിക്കാനും ഭാരപ്പെടുവാനും പ്രയാസപ്പെടുവാനും ഒക്കെ ഉള്ളൊരു സാഹചര്യം വൃശ്ചികക്കുറുകാർക്ക് തൊഴിൽപരമായിട്ടുണ്ടാകുന്ന, ചിലർക്ക് പിതാവ് മുഖേനയുള്ള അനിഷ്ടങ്ങൾ ഉണ്ടാകാം, ബുദ്ധിപരമായിട്ടുള്ള പരാജയം സംഭവിക്കാം. അങ്ങനെയൊക്കെയുള്ള ഒരു സമയമാണ്. എന്നാൽ ഇങ്ങനെ ഈ രാജയോഗം വന്നു ചേരുന്നതുകൊണ്ട് അതിൻ്റെ ദോഷമൊന്നും വന്നു ചേരത്തില്ല. എന്നാൽ രാജയോഗം പൂർണ്ണമായിട്ടും അങ്ങോട്ട് വന്നു ചേരത്തുമില്ല. അങ്ങനെ ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് നീചഭംഗ രാജയോഗം എന്നാണ് കൊടുക്കേണ്ടത്. പക്ഷെ ഞാൻ നീചഭംഗ രാജയോഗം എന്ന് കൊടുക്കാഞ്ഞത് ഇതാണ് വിഷയം. നീചഭംഗ രാജയോഗം വന്നു ചേരുന്നുണ്ടെങ്കിലും ചൊവ്വ നിൽക്കുന്ന രാശിയുടെ അധിപനായ സൂര്യൻ നിൽക്കുന്നത് വൃശ്ചികക്കുറുകാരെ സംബന്ധിച്ച് അഷ്ടമരാശിയിലാണ്. സൂര്യന് ബലമില്ലാത്ത ഹോര നിയമപ്രകാരം സൂര്യൻ ഇപ്പോൾ വലിയ ബലമൊന്നുമില്ല. എങ്കിലും സൂര്യനല്ലേ നിൽക്കുന്നത് 8-ലല്ലേ? അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ അതിൻ്റെ ഒരു കുറവുവശം ഉണ്ടാകും എന്നുള്ളത് പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക. അപ്പോൾ നമുക്കിനി ഈ വിഷയത്തിലേക്ക് പോകാം. ഈ തൃക്കേട്ട നക്ഷത്രപ്രകാരം ചൊവ്വാഴ്ച ദിവസം അനുകൂലമായ ജീവിതാനുഭവങ്ങൾ ഏതൊക്കെ നാളുകാർക്കാണ് ഉണ്ടാകുക എന്നുള്ളത് പറഞ്ഞുതരാം. ചൊവ്വാഴ്ച ദിവസം അനിഴം, ഉത്രട്ടാതി, രേവതി, ആയില്യം, മകം, അത്തം, ചോതി ഇത്രയും നാളുകാർക്ക് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. ചൊവ്വാഴ്ച ദിവസം അനിഴം, ഉത്രട്ടാതി, രേവതി, ആയില്യം, മകം, അത്തം, ചോതി എന്നീ നാളുകാരുടെ ജീവിതത്തിൽ നല്ല അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് ചൊവ്വാഴ്ച ദിവസം. ചൊവ്വാഴ്ച ദിവസം പ്രതികൂലമായ ജീവിതാനുഭവങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുള്ളത് മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക, കാൽ നാളുകാർക്ക്, അതുപോലെ തന്നെ ഉത്രം, പൂരം, ചിത്തിര, വിശാഖം എന്നീ നാളുകാർക്കും പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. സൂക്ഷിക്കുക. അപ്പോൾ ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് സുഖദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവങ്ങളായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഇനി ചൊവ്വാഴ്ച ദിവസം ശുഭകാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സമയം പറഞ്ഞുതരാം. ചൊവ്വാഴ്ച ദിവസം രാവിലെ 7:43 മുതൽ ഉച്ചയ്ക്ക് 12:24 വരെ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുത്ത് ജീവിത വിജയം നേടുക. പിന്നീട് 1:43 മുതൽ 3 മണി
13 മിനിറ്റ് വരെയുള്ള സമയവും ശുഭകാര്യങ്ങളൊക്കെ ചെയ്യാൻ അനുകൂലമായ സമയമാണ്. 3 മണി 13 മിനിറ്റ് മുതലാണ് രാഹു ആരംഭിക്കുന്നത് എന്നുള്ളതും അറിഞ്ഞിരിക്കുക. ഇനിയും പ്രിയപ്പെട്ടവരോട് പറഞ്ഞു തരുവാനുള്ളത് സംഖ്യാശാസ്ത്രമാണ്. സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ്. തീയതി 8 ഏതൊരു മാസം 8, 17, 26 തീയതികളിൽ ജനിച്ചവർക്ക് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നുചേരുന്നൊരു ദിവസമാണ്. പരിഹാരം എന്നോണം മഞ്ഞ, കടുനീല, കടുംപച്ച നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. അങ്ങനെ വസ്ത്രങ്ങൾ ധരിക്കുന്നവരുടെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ FP എന്നീ അക്ഷരങ്ങൾ കൂടി ഉണ്ടെങ്കിൽ അവർക്ക് യാതൊരു വിധത്തിലും പ്രതിസന്ധികളോ പ്രതികൂലമായ അനുഭവങ്ങളോ വന്നു ചേരത്തില്ല. മറിച്ച് ഉത്കൃഷ്ടമായ ജീവിതാനുഭവങ്ങൾ അവരെ തേടി വരുമെന്നാണ് സംഖ്യാജ്യോതിഷം അവകാശപ്പെടുന്നത്. അപ്പോൾ സംഖ്യാജ്യോതിഷത്തിൽ വിശ്വാസമുള്ളവർ ഇക്കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക. ഇനിയും ഈ അധ്യായത്തിൽ ഞാൻ പറയുന്ന ഒരു കാര്യം, ധനപരമായിട്ടുള്ള നേട്ടം ചൊവ്വാഴ്ച ദിവസം ഏതൊക്കെ നാളുകാർക്കാണ് വന്നു ചേരുക എന്നുള്ളത് പറഞ്ഞുതരാം. ഓരോ ദിവസവും ഓരോ നാളുകാർക്കാണ്. അപ്പോൾ അതുകൊണ്ട് നക്ഷത്രത്തിൻ്റെ സ്വാധീനം കൊണ്ട് ഓരോ ദിവസവും എല്ലാ നാളുകാർക്കും വന്നു ചേരണമെന്നില്ല. ധനപരമായിട്ടുള്ള നേട്ടം എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല. 27 നക്ഷത്രങ്ങളിൽ കൂടി ഇങ്ങനെ കറങ്ങി പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ ചൊവ്വാഴ്ച ദിവസം അനിഴം, കാർത്തിക, തിരുവാതിര, രേവതി, ചതയം, ഉത്രാടം, ഉത്രം, ചോതി, തൃക്കേട്ട ഇത്രയും നാളുകാർക്ക് ധനപരമായിട്ടുള്ള നേട്ടം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് ഈ ചൊവ്വാഴ്ച ദിവസം. അപ്പോൾ ഇത്രയും നാളുകാർക്ക് ധനപരമായിട്ടുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്താൽ ജീവിത വിജയം ഉണ്ടാകുന്നൊരു ദിവസമാണ്. കൊടുത്തുവാങ്ങാൻ അനുകൂലമായ ദിവസമാണ്. അപ്പോൾ ഈ നാളുകാരൊക്കെ ഈ ദിവസങ്ങളിൽ ധനപരമായിട്ടുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും ജീവിത വിജയം ഉണ്ടാകുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. മറിച്ച് ഈ ദിവസങ്ങളിലല്ലാതെയൊക്കെ ചെയ്താൽ, അനുകൂലമായ ദിവസങ്ങളിലല്ലാതെ ധനപരമായിട്ടുള്ള വിഷയങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ അത് ശത്രുതയിലോ പ്രശ്നങ്ങളിലോ മേടിച്ചാൽ കൊടുക്കാൻ പറ്റാതെ വരികയോ ലോൺ എടുത്താൽ തിരിച്ചടയ്ക്കാൻ പറ്റാതെ വരികയോ പരാജയം അവിടെ ഉണ്ടാകുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. ഇതൊക്കെ സത്യമായ കാര്യങ്ങളാണ്. അപ്പോൾ പ്രിയപ്പെട്ടവർ ഇതൊക്കെ വിശ്വാസത്തോടുകൂടി ചെയ്താൽ തീർച്ചയായിട്ടും ജീവിത വിജയം ഉണ്ടാകും. പലർക്കും അറിവില്ലായ്മ കൊണ്ട് പല കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായിട്ട് അറിവില്ലാത്തതുകൊണ്ട് ചെയ്ത് പരാജയപ്പെട്ടു പോകുന്നു. ജീവിതത്തിൽ പലവിധമായ പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നു. അപ്പോൾ അങ്ങനെയുള്ളവർ ഇതൊക്കെ കേട്ട് ഈ അറിവ് പ്രകാരമൊക്കെ കാര്യങ്ങൾ ചെയ്തു പോയാൽ തീർച്ചയായിട്ടും ജീവിത വിജയം ഉണ്ടാകുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം പറഞ്ഞു നിർത്തുന്നു. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി.